ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇതവിടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സണാണ്. തേർഡ് തോട്ട്, അതുപോലെ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ അവരിപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്റ്റെക്കഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും പറഞ്ഞ പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇത് വീഡിയോയുടെ ലാസ്റ്റ് വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. വീഡിയോ കാണുമ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയത് ദ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് 3 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. പെൻറ്റക്കിൾസ് കളിയാണ്. ദ 5 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളത് നമുക്കിവിടെ കാണിക്കാൻ വേണ്ടി ഇവിടെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട് എന്ന് പറയുന്നത് വളരെയധികം ഇമോഷണലിനെ കാട്ടി കൂടുതൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയാണ്. അതായത് എപ്പോഴും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്താൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടിലൊക്കെ നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ നേരെ മറിച്ചായിരിക്കാം, വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള സൈഡിന് പ്രാധാന്യം കൊടുക്കുന്നതാകാം. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നും എത്ര വലിയ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ന്യായീകരിച്ച് പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനൊക്കെ നല്ല രീതിയിൽ അറിയുന്ന വാക്ചാതുര്യമുള്ള പേഴ്സൺസാണ് ഒരുപാട് പേരുടെ എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. കാരണം എപ്പോഴും നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ തന്നെ ഡിപ്പെൻഡായിട്ട് വീണ്ടും വീണ്ടും ഒരു സൈക്കിള് മാതിരി ഇതൊരു കാണുന്നില്ല, ഇതൊരു സൈക്കിൾ മാതിരി ആ ഒരു കാലചക്രം പോലെ കറങ്ങിക്കൊണ്ടേ ഇരിക്കണം. അതിപ്പോൾ എത്ര തന്നെ ടോക്സിക് ആണെങ്കിലും എത്ര തന്നെ ഓപ്ഷൻസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടെങ്കിലും നിങ്ങളോളം ജെന്യൂനായിട്ട് ഈ ഒരു വ്യക്തിയെ കെയർ ചെയ്തിട്ടുള്ള മറ്റാരും ഇല്ല എന്നുള്ളൊരു റിയലൈസേഷനാണ്. അതിവിടെ പലർക്കും ഒരു ട്രൂ ലവ് എന്നുള്ളൊരു കാറ്റഗറിയിലല്ല വരുന്നത്. മറിച്ച് നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു സ്നേഹം മറ്റെവിടെ നിന്നും കിട്ടാത്തത് കൊണ്ട് പലരും വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ വരികയാണ്. അത് വീണ്ടും വന്നതിന് ശേഷം കുറച്ച് പേർ ഓഫിലേക്ക് പോകാൻ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇപ്പോൾ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ഒരു ആക്ഷൻ എടുക്കാനൊന്നും ഇപ്പോഴും തയ്യാറല്ല. കാരണം അവരെക്കാൾ വലുതായിട്ടാണ് ഈഗോ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുപാട് സെൽഫ് റെസ്പെക്റ്റും അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ കാട്ടി കൂടുതൽ ആ ഒരു വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങോട്ട് വീണ്ടും വീണ്ടും പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. ചിലവർക്ക് പല ടൈപ്പ് ഓഫ് അഡിക്ഷൻസ് ഉണ്ടാകും. ചിലപ്പം ഡ്രഗ് അഡിക്ഷൻസ് ആവാം, അല്ലെങ്കിൽ പേഴ്സണായിട്ട് തന്നെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡർ ആയിട്ടുള്ള അട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാകും, അഡിക്ഷൻസ് ഉണ്ടാകാം. അങ്ങനെയുള്ളവരൊക്കെ എനിക്കിടന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ കുറച്ച് പേരുടെ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ആസ് എ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, മണി, അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയാണ്. അതായത് ഇവർക്കെന്ന് പറയുന്നത് കുറച്ച് ടൈം നിങ്ങളോടുള്ള ഫീലിങ്സ് ഉണ്ടെങ്കിലും അതിൽ തന്നെ ചുറ്റപ്പെട്ട് നിൽക്കാനൊന്നും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പണത്തിന് പിറകെ ഒരു അത്യാഗ്രഹി എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാറ്റഗറിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ ബാലൻസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലവർക്ക് ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് പിന്നാലെ പോവുകയാണ്. കാരണം ഇമോഷണലിനെക്കാട്ടിയും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് ചിന്തകൾ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരിക്കലും മുന്നിൽ മാത്രം അല്ലെങ്കിൽ അതിന് അവർ മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് അതിൽ തന്നെ ചുറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരാവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പലർക്കും കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ചിലവരുടെ സിറ്റുവേഷൻ അപേക്ഷിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് അതൊരു ബ്രേക്ക് എന്നുള്ളൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്. കംപ്ലീറ്റ് നോ കോണ്ടാക്റ്റ് ആയിട്ട് പോയവർ കുറച്ച് പേരുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വിചാരിക്കുകയാണ് ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് വരണം, പക്ഷേ അവിടെ ഈ ഒരു വ്യക്തി വിചാരിക്കുകയാണ് ഞാൻ ഇതിന് വലിയ രീതിയിലൊന്നും എഫേർട്ട് ഇടാൻ വേണ്ടി പോകുന്നില്ല. കുറച്ച് പേര് എഫേർട്ട് ഇട്ടിട്ട് വരും, വീണ്ടും ഓൺ ആൻഡ് ഓഫിലേക്ക് തന്നെ പോകും. അത് കണ്ടിന്യൂ ചെയ്ത് ഒരു സൈക്കിൾ മാതിരി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊന്നും നല്ല രീതിയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കുറച്ച് പേരൊക്കെ സ്റ്റോക്കിംഗ് ഒക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വ്യക്തി നിങ്ങളില്ലാതെ ഹാപ്പിയാണോ അല്ലെങ്കിൽ നിങ്ങൾ അവരില്ലാതെ ഹാപ്പിയാണോ എന്നൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണോ അല്ലെങ്കിൽ ചിന്തിക്കുന്നത് ആ ഒരു മിററിങ് ടെൻഡൻസിയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തോന്നുന്നത് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു
ഏകദേശം പല ഐഡിയാസ് ഉണ്ടെങ്കിലും അതൊക്കെ സ്റ്റക്കിലേക്കാണ്. ഒരുപാട് ഐഡിയാസിനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ തടസ്സമുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് വെച്ച കാല് പുറകോട്ട് എടുക്കാനും പറ്റുന്നില്ല, മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള രീതിയിലാണ്. നേരെ മറിച്ച് നിങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സെൽഫ് കെയറും അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റും എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ മാത്രം സ്റ്റക്ക് പണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ തന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ടാവാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മൂവ് ഓൺ ചെയ്തു, കരിയറിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിച്ച് നിൽക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് പുതിയ ന്യൂ പേഴ്സൻ്റെ എൻട്രിയും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒരുപാട് ആൾക്കാർ ഡബിൾ ഡെസ്റ്റിനീഡാണ്. എല്ലാവരും ഡബിൾ ഡെസ്റ്റിനീഡ് അല്ല. അപ്പം നിങ്ങളുടെ അലൈൻമെൻറ്റ് ബേസ് ചെയ്ത് രണ്ടാൾ ഒരേ ടൈം ഒരേ ദിശയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സ്റ്റെക്നെസ് ആണ് കാണിക്കുന്നത്. അതായത് ഇവിടെ ആരുടെ എനർജിയാണോ, ഇത് മാരീഡ് അല്ലാത്തവർക്കാണ് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള പോസിബിലിറ്റി ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആരാണോ ഇതിന് കൂടുതലായിട്ട് എഫേർട്ട് എടുക്കുന്നത്, മീൻസ് ഒരാൾക്ക് മറ്റൊരാളുടെ എനർജി കൊണ്ട് അവിടെ ഒരു ബ്ലോക്കേജ് സൃഷ്ടിച്ച ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഒരാൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ സ്റ്റക്കാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റുള്ള ഡിറക്ഷനിൽ പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ടും പറ്റില്ല. നടുക്ക് ആരെ ട്രസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി കാർഡ്സ് വെച്ച് ക്ലാരിഫൈ ചെയ്യാം. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയത് ദ 3 ഓഫ് വൺസ് ആണ്. അപ്പോൾ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്ലോക്കേജാണ് എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കാണിക്കുന്നത്. അതായത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതുണ്ട്, പക്ഷെ അതൊന്നും നേരാമണം ചെയ്തു തീർക്കാൻ പറ്റാത്തതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതായത് ഒരു പ്രതീക്ഷയുണ്ട്, ഇത് എപ്പോഴെങ്കിലായിട്ടും പൂർത്തിയാക്കേണ്ടത്. അത്ര വരെ ജീവിതത്തിലെല്ലാം എപ്പോഴും കിട്ടില്ല എന്ന് നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യില്ലേ, അതേമാതിരിയുള്ള ഒരു എനർജിയാണ്. പക്ഷെ വളരെയധികം ഹേർട്ട് ബ്രേക്കാണ് ഇവിടെ. നിങ്ങൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളായിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കുറച്ച് പേര്. അതുപോലെ തന്നെ റൈറ്റ് ടൈം ആകുമ്പോൾ നിങ്ങളുടെ അടുക്ക വരാം എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. അതുപോലത്തെ അതിനുള്ള സ്ട്രെങ്ത്ത് നിങ്ങൾ വരുന്നില്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് അതിനുള്ള റെഡിയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളെക്കാൾ വേറൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തത് കൊണ്ടാകാം ഇവിടെ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ എല്ലാവരും അല്ല, കുറച്ച് പേരുടെ അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ പറയില്ലേ, ഫോക്കസ് ചെയ്ത് എടുത്ത് കാണിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ വളരെ സെൽഫിഷാണ്, ഈഗോയിസ്റ്റിക്കാണ്. ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ സ്വന്തം കാര്യം കഴിഞ്ഞിട്ട് ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും സ്വന്തം കാര്യം കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും എനിക്ക് കിട്ടും അത് മാത്രം, അതിൽ ഏതൊരു വ്യക്തിയെയും ഹേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഫീലിങ്സ് വെച്ച് കളിക്കാനും ഒരിക്കലും മടിയില്ലാത്ത കൂട്ടത്തിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇവിടെ പറയാന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗം ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ ഏതറ്റം വരെ അത് ന്യായീകരിച്ച് ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് വന്ന് പാവം ഈ ഒരു വ്യക്തിയാണോ ഞാൻ തെറ്റിദ്ധരിച്ചത് എന്നുള്ള രീതിയിൽ പലരും ചിന്തിച്ചിട്ട് പോലും ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ വളരെ പെട്ടെന്നെല്ലാം നിങ്ങളെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ച് കാണും ഈ നോ കോണ്ടാക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇതിന് എഫേർട്ട് എടുത്ത് സ്ട്രെങ്ത് എടുത്ത് വരുന്നു. അവിടെയാണ് ഈ ഒരു വ്യക്തിക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുള്ളത്. കാരണം നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും അല്ലെങ്കിൽ സ്റ്റബോൺ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ ഹാപ്പിനെസ് വരെ, അതായത് അവരുടെ കാൽച്ചുവടിൽ അണ്ടിയർപ്പിച്ച് വെക്കുന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോയിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ക്യൂരിയോസിറ്റി, ഒരേ സമയം ഒരു പേടിയും അതുപോലെ തന്നെ അത്ഭുതമാണ്. പേടി ഇൻ ദ സെൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് മാറാൻ പറ്റിയത്, അത്ഭുതം എന്ന് പറയുന്നത് എന്ത് മിറാക്കിളാണ് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ ഈ ഒരു ടൈം കൊണ്ട് സംഭവിച്ചത് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നു. കാരണം ഈ ഒരു വ്യക്തി നോക്കുമ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുവാണ്, അല്ലെങ്കിൽ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുകയാണ്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷങ്ങൾ തേടി പോവുകയാണ്. ഈ ഒരു വ്യക്തി പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുമ്പോഴും അല്ലെങ്കിൽ സിറ്റുവേഷനിൽ ബാക്കിയുള്ള പേഴ്സൺസിൻ്റെ വാക്കിന് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോഴും ഈ വ്യക്തിക്ക് കിട്ടുന്നത് എന്താണ്, ഹേർട്ട് ബ്രേക്കും അതുപോലെ തന്നെ ഒരുപാട് ശത്രുക്കളും മാത്രമാണ്. ഓരോരോ സിറ്റുവേഷനും ഈ ഒരു വ്യക്തിക്ക് ഓരോരോ തരത്തിലുള്ള തലവേദനകളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി വിചാരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ സമയം അത്ര നല്ലതൊന്നും അല്ല എന്നുള്ള രീതിയിൽ. കാരണം ഇവിടെ കർമ്മ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പലരും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺസൊന്നും അത്ര വലിയ രീതിയിലൊന്നും വിശ്വസിക്കാത്ത കൂട്ടത്തിലായിരിക്കാം. അതുകൊണ്ട് തന്നെ റിഗ്രറ്റ് എന്നുള്ള ആ ഒരു
ടെൻഡൻസി ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ എങ്ങനെയെങ്കിലും നിങ്ങൾ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഹാപ്പി ആണെന്ന് നിങ്ങളെ അറിയിക്കണം. അതിനുള്ള തത്രപ്പാടിലാണ് ഈ ഒരു വ്യക്തി. കാരണം ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ പലപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ടാകും, ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാകും, ഒരു കാരണങ്ങളില്ലാതെ ഒരു പിണങ്ങി പോയിട്ടുണ്ടാകും പലരുടെയും. ചിലപ്പം പലർക്കും ഒരു റീസൺസ് പോലും അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു റീസൺസ് പറയാതെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സമാധാനം അല്ലെങ്കിൽ ഹാപ്പിനെസ് കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആവും എന്നുള്ള രീതിയിൽ ആയിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്ക് പോയതാണ് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഇവിടെ. ഒരാൾക്കാരെന്ന് പറയുന്നത്, ഒരു സൈഡ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുകയും ബാക്കിയുള്ളത് അതിന് നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ്, ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിലൊക്കെയാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേദനകളിൽ ഒരുപാട് എൻജോയ്മെൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിൽ സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു പേഴ്സണെയാണ് എനിക്ക് കാണിക്കുന്നത്. അതായത് ആദ്യത്തെ ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം നിങ്ങൾ പോലും ആഗ്രഹിച്ചു, ഇതായിരുന്നു അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടിയിരുന്നത്, മീൻസ് ബെസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവൽ ഓഫ് കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു മായാലോകത്തേക്ക് കൊണ്ട് എത്തിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സീറോ എന്നുള്ള ലെവലിലേക്ക് പെട്ടെന്ന് താണ ഒരു അവസ്ഥയൊക്കെ എനിക്ക് കാണിക്കുന്നുണ്ട്. കാരണം അത്രയും ഹാപ്പിനെസ് നിങ്ങൾ തന്നെ ഒരു ഇമാജിനറി വേൾഡിലായി പോയിട്ടുണ്ടാകാം. പക്ഷെ അന്ന് നിങ്ങൾ അനുഭവിച്ച ഒരു പെയിനും ഇപ്പോൾ നിങ്ങളുള്ള ഒരു സ്ഥാനം ഉണ്ടല്ലോ, അതും ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ള രീതിയിലാണ്. കാരണം നിങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു. പാസ്റ്റിലെ ഓരോരോ പെയിനും നിങ്ങളെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി വേദനകളിൽ നിന്നും സമാധാനവും സന്തോഷവും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് അഭിനയമാണ്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു അഭിനയമായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് മറ്റുള്ളവരുടെ മുന്നിൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് എടുത്ത തീരുമാനത്തിൽ ഒരിക്കലും പഴി കേൾക്കേണ്ടി വരരുത് എന്നുള്ള ഒരു ചിന്തയായതുകൊണ്ട് ഈ വ്യക്തി വളരെയധികം സന്തോഷത്തോടെ അഭിനയിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ മാരീഡ് കഴിഞ്ഞ പേഴ്സൺസൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മേ ബി ഇവിടെ ഒരു കുട്ടികളുടെ ഒക്കെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കണം. പക്ഷേ വീണ്ടും ഈ ഒരു വ്യക്തി നിങ്ങളായി വരട്ടെ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളാണ് ഈ ഒരു സിറ്റുവേഷനിൽ തെറ്റ് ചെയ്തത്. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ എത്രത്തോളം കീപ്പപ്പ് ചെയ്യാൻ ശ്രമിച്ചു, അതിൻ്റെ എഫേർട്ട് ഒന്നും ഇവർ കാണുന്നില്ല. പകരം അവരെടുത്ത ആ ഒരു കുഞ്ഞ് എഫേർട്ട് അത് വലുതാക്കിയിട്ട് പെരുപ്പിച്ചിട്ടൊക്കെ കാണിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് എനർജിയാണ് ഇവിടെ പോകുന്നത്. നമുക്കിനി ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് എന്താണെന്നും കൂടി നോക്കാം. ഓക്കെ, നമുക്ക് ബോട്ടം മുതലൊക്കെ കിട്ടിയത് ഹയറഫൻറ്റ്, ദ പേജ് ഓഫ് കപ്സ് ആൻഡ് ദ 4 ഓഫ് വൺസ് ആണ്. അതായത് ഇപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലരുടെയും മാരേജിനോട് അടുത്ത ഒരു പ്രായമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ വളരെ ബോൾഡായിട്ട് നിൽക്കുകയാണ്. അതായത് നിങ്ങൾ വളരെയധികം മൗനം പാലിക്കുകയാണ്. എന്താണ് ആ ഒരു മാറ്റത്തിന് പിന്നിൽ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു എഫേർട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് തവണ പാസ്റ്റിൽ നിന്ന് വലിയ മൂവ് ഓൺ ചെയ്യുവാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോഴും ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളായിട്ട് വരട്ടെ. കാരണം എന്നിട്ട് അതിൽ കുറ്റപ്പെടുത്തി നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ എഫേർട്ട് എടുത്ത് വരികയാണെങ്കിൽ അവരുടെ ഈഗോ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യും. കാരണം ഈ ഒരു വ്യക്തി ഒരിക്കലും എന്നെ വിട്ട് പോകാൻ പോകുന്നില്ല എന്നുള്ളൊരു ചിന്ത വീണ്ടും ഈ ഒരു വ്യക്തിയിലേക്ക് ഉണ്ട്. അത് ഒരു തരത്തിലുള്ള സൈക്കോ എഫക്റ്റ് മാതിരിയാണ്. കാരണം അവരുടെ ഈഗോ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിന് വേണ്ടിയിട്ട് ഹാപ്പിനെസ് കണ്ടെത്തിക്കൊണ്ടേയിരിക്കുക. അതായത് ഇവരെന്ന് പറയുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തി ബാക്കിയുള്ളവരുടെ മുന്നിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്ന കൈൻഡ് ഓഫ് എനർജി, അതിൽ വളരെയധികം ഹാപ്പിയാണ്. നിങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഈ വ്യക്തിയെക്കുറിച്ച് സ്വയമായിട്ട് പറഞ്ഞ് ആരും ശ്രദ്ധിക്കില്ല. നേരെ മറിച്ച് നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി മറ്റുള്ളവരോട് പറയുമ്പോൾ വളരെയധികം അവരുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും, ചിലപ്പം പലർക്കും തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത് ഫാമിലി മെമ്പേഴ്സ് ആകാം, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് ഫ്രണ്ട്സായിട്ട് കണക്കാക്കുന്നുണ്ട്. അതായത് നിങ്ങളെ എങ്ങനെയൊക്കെ ഈ ഒരു വ്യക്തി കുറ്റപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ
ഇത്രയൊക്കെ മെയിനായിട്ട് കാണിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്നതിനേക്കാൾ കൂടുതൽ വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോട്ടുണ്ട്. അതൊരു റിഗ്രറ്റിൻ്റെ പുറത്താണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ വ്യക്തിക്ക് കിട്ടാവുന്ന ഒരു കർമ്മ ചെയ്ത ഫലം അപ്പോൾ കിട്ടണമെന്നൊന്നുമില്ല. ഓരോ ആൾക്കും ഓരോ തരത്തിലായിരിക്കും അല്ലേ. അല്ലെങ്കിൽ കിട്ടുന്ന കർമ്മക്ക് ടൈം വേരിയേഷൻ അല്ലെങ്കിൽ ടൈം പീരീഡിന് ഉണ്ടാവുന്ന ഡിഫറൻസൊക്കെ എന്തായാലും ഉണ്ടാവും. ചിലവർക്കത് വേഗം കിട്ടും, ചിലർക്ക് കുറച്ച് വൈകിട്ടാണെങ്കിൽ കിട്ടും. എന്തായാലും കിട്ടാതെ പോകില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ മാരേജ് കൈൻഡ് ഓഫ് കമ്മിറ്റ്മെൻറ്റിന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് വീണ്ടും, അല്ലെങ്കിൽ ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും പണ്ടത്തെ ആ ഒരു റിലേഷൻഷിപ്പിലെ ആ ഒരു സന്തോഷങ്ങൾ വീണ്ടും തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി അവിടെ ഉള്ളിലെ ഇഷ്ടങ്ങൾ മറച്ചു വെച്ചിട്ടാണ് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ വരികയാണെങ്കിൽ ഞാനൊന്നും കൂടി കമ്മിറ്റ്മെൻറ്റ് തരാം എന്നുള്ള രീതിയിൽ. ഇങ്ങനെയുള്ളവരോടുള്ള എനിക്കുള്ള പറയാം, ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ നല്ല രീതിയിൽ അറിയാം. അപ്പോൾ ഈ ഒരു പേഴ്സണ് വീണ്ടും ഒരു ചാൻസ് കൊടുത്ത് നിങ്ങൾ വീണ്ടും ഹേർട്ട് ആവുന്നതിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് വെച്ച് കളിക്കുന്ന ഒരാൾക്ക് വീണ്ടും വീണ്ടും ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അതിന് അർഹിക്കുന്നുണ്ടോ, ഒരു ചാൻസിനും കൂടി അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. കാരണം എത്രത്തോളം ചാൻസ് കൊടുത്താലും ഒരു പാമ്പ് അതിൻ്റെ തൊലി പൊളിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അതിനേക്കാൾ വലിയ പാമ്പ്, അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തനായിട്ടുള്ള ഒരു പാമ്പാവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തി. ഒരാളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, ടോക്സിക് വ്യക്തി വീണ്ടും ടോക്സിക്കിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? വലിയൊരു ടോക്സിസിറ്റിയുള്ള പേഴ്സൺ ആകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. കാരണം അത്രയും എഫേർട്ട് എടുത്ത് കീപ്പപ്പ് ചെയ്യുന്ന ഒരുപാട്, അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് ഈ ഒരു വ്യക്തിയായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം വരട്ടെ എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ തീരുമാനം എടുക്കേണ്ടത് കംപ്ലീറ്റ്ലി ഓരോരോ പേഴ്സണാണ്. ഞാനിവിടെ ഗൈഡ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സിറ്റുവേഷനും സെയിം ആവണമെന്നില്ല. എഫേർട്ട് എടുക്കേണ്ടവർക്ക് എഫേർട്ട് എടുക്കാം. ഒരു തെറ്റൊക്കെ പറ്റിയാൽ ഓക്കെ, സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ വീണ്ടും ടോക്സിസിറ്റി നിറഞ്ഞ ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നിങ്ങളൊരു 100 തവണ ചാൻസ് കൊടുത്താൽ അവരെന്ത് ചെയ്യും? അത് ആ ഒരു തെറ്റ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ഓടിച്ചാടി ഒരു സിറ്റുവേഷനിൽ റഷ് ചെയ്യുന്നതിന് പകരം അവിടെ ഒന്ന് ടൈം എടുത്ത്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ജെന്യൂൻ ആണോ, അങ്ങനെയാണെങ്കിൽ അവരെടുക്കുന്ന എഫേർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാനാണ് പറയുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷൻ. നമുക്ക് ബോട്ടം മുതലൊക്കെ കിട്ടിയത് ദ 3 of Swords ആണ്, ദെൻ ദ 9 of Swords, ദെൻ ദ ഹൈ പ്രീസ്റ്റസ്. ഓക്കെ, ചില കാര്യങ്ങൾ എങ്ങനെയാണോ അത് അതേപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഹോപ്പ് ഉള്ളിടക്ക് ഹോപ്പ് കൊടുക്കുന്നതിന് ഒരു തെറ്റൊന്നുമില്ല. നേരെ മറിച്ച് ഇവിടെ എൻഡപ്പായി കാർമിക്കാണ് അവിടെ കംപ്ലീറ്റ്ലി. ഇതിനൊരു മാറ്റമൊന്നുമില്ല. നമ്മൾ സെൽഫായിട്ടൊരു ഇൻഡ്യൂഷൻ തോന്നിക്കില്ലേ, അങ്ങനെയുള്ളത് വെയിറ്റ് ചെയ്യുന്നത് എന്താണ്, വെയിറ്റ് ചെയ്തിരിക്കേണ്ടതുണ്ടോ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് ഒരുപാട് ആൾക്കാർ ഒരു റൈറ്റ് ടൈമിൽ ഈ പേഴ്സൻ്റെ ട്രാൻസ്ഫോർമേഷന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് അങ്ങനെയുള്ളവരോട് പറയാനുണ്ടെങ്കിൽ ആദ്യം സെൽഫായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അതൊരിക്കലും സെൽഫിഷ്നെസ് അല്ല, നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രാധാന്യം, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് തന്നെ ഓരോരോ മാറ്റങ്ങൾ ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഞാനിതിൽ നിന്ന് ഈ ഒരു സിറ്റുവേഷനിലൊരു വിക്റ്റിമായി എന്നുള്ള രീതിയിൽ, ഒരു ഇരയായി എന്നുള്ള രീതിയിൽ, ഒരു കുറ്റബോധക്ക രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഡോറ് ക്ലോസ് ചെയ്തു എന്ന് വിചാരിച്ച് അവിടെ നിങ്ങളുടെ ലൈഫ് ലെസൺ എന്താണ്, കഴിയുന്നില്ല. അവിടെ എന്താണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് അവസരങ്ങൾ യൂണിവേഴ്സലും ഡിവൈൻ എനർജിയും എന്തായാലും കൊണ്ടുതരും. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സിറ്റുവേഷനിൽ സ്ട്രെങ്ത്താണ് വേണ്ടത്. നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷനിൽ എന്ത് കാര്യമാണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ നോ കോണ്ടാക്റ്റിലുള്ളവർ ഓടിപ്പോയി ഓക്കെ ഞാനിതിൽ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അൺബ്ലോക്കാക്കി വീണ്ടും മെസ്സേജ് അയക്കുക, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാരുടെ പേഴ്സണെ
സംബന്ധിച്ച് ഇങ്ങോട്ടേക്ക് വരാനുള്ള മേ ബി കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് തന്നെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം വളരെയധികം ഇമ്പേഷ്യൻ്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് സിറ്റുവേഷൻ വീണ്ടും ചേഞ്ച് ആവണമെങ്കിൽ ആ ഒരു വ്യക്തി പറയുന്ന വാക്കിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം? എഫേർട്ടിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളാണ് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിറ്റുവേഷനിൽ എന്താണോ ആപ്റ്റ് ആയിട്ടുള്ളത്. ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് റൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ മാരേജിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ കുറച്ച് പേർക്ക് ടൈമിലുണ്ടാവുന്ന അല്ലെങ്കിൽ അലൈൻമെൻറ്റിനുണ്ടാവുന്ന അല്ലെങ്കിൽ സോഡിയാക്ക് ബേസ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ചേഞ്ചസ് ബേസ് ചെയ്തിട്ട് കുറച്ച് ലാഗാണ് കാണിക്കുന്നത്. ഈ ഒരു പേഴ്സൺ തന്നെയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത്ര വരെ സ്ട്രെങ്ത് എടുത്ത് നിൽക്കണം എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതായത് റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് അർഹിച്ച ഈ ഒരു പേഴ്സൺ ആണെങ്കിൽ, നിങ്ങൾ ഹേർട്ട് ബ്രേക്ക് ചെയ്തു പോയ ഈ ഒരു പേഴ്സൺ തന്നെയാണെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ എൻട്രി തന്നെ ഉണ്ടാവും, എന്തായാലും വരും. അല്ലെങ്കിൽ കുറച്ച് പേരെ തെറ്റ് മനസ്സിലാക്കി വരും, കുറച്ച് പേരുടെ വീണ്ടും ആ ഒരു സിറ്റുവേഷനിൽ മിസ് ചെയ്യുന്നത് കൊണ്ട് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഡെസിഷനെ ബേസ് ചെയ്ത് നിൽക്കും ബാക്കി ഇനി വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ എനിക്ക് പുതിയ ഒരു വ്യക്തി അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ആ ഒരു വാതിൽ തുറന്നിട്ടാണുള്ളത്. നേരെ മറിച്ച് ആ ഒരു വാതിലിലേക്ക് തുറക്കുന്നതിന് മുന്നേ നിങ്ങൾ ആ പകുതി വഴി വെച്ച് നിങ്ങൾ വീണ്ടും പിറകോട്ട് നോക്കരുത്. അങ്ങനെയാണെങ്കിൽ അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല, നടുക്ക് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലേക്കായിരിക്കും പോകുക. ടൈം എടുത്ത് ഹീലാവുക എല്ലാവരും, എന്നിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ള രീതിയിലാണ് ടാരറ്റ് അഡ്വൈസ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ പോസിറ്റീവ് ഔട്ട്കം എന്തായാലും ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് കണക്കാക്കുന്നത്. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.